മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക പറമ്പുകളുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലായിരിക്കും നിറച്ച് കാട് കയറി പുല്ലൊക്കെ പിടിച്ചേക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആളെ വിളിച്ച് വെട്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആളെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുകയും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ബ്ലാക്ക് ഡെക്കറിൻ്റെ ഒരു ഗ്രാസ് കട്ടറാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഗ്രാസ് ട്രിമ്മർ എന്ന് പറയും, പുല്ല് വെട്ടുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് ഒത്തിരി റേറ്റിൻ്റെ ഒന്നുമല്ല, 1600 രൂപയുടെയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയുണ്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ പറഞ്ഞ കാട് വെട്ടുന്നതല്ല ശരിക്കും. നമ്മൾ ഗാർഡനിൽ പുല്ല് വെട്ടാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെച്ച് നമുക്ക് ഇത് എത്രത്തോളം കട്ട് ചെയ്യാന്നുള്ളത് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വരുന്നത് 9 ഇഞ്ചിൻ്റെ കട്ടിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിമ്മർ കൈൻഡ് ഓഫ് ആണ് ഇത് വരുന്നത്. പിന്നെ അത് കൂടാതെ 350 വാട്ടാണ് ഇതിന് വരുന്നത്. ഇത് ഇലക്ട്രിക് ആണ്. അപ്പോൾ കേബിൾ നമ്മൾ വലിച്ച് നമുക്ക് ഒത്തിരി ദൂരത്തേക്കൊന്നും പറ്റില്ല. നമ്മുടെ വീടിന് നിയർ ബൈ ആയിട്ടുള്ള ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതുകൊണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. ഇത് പാർട്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് 3 പാർട്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് അതിൻ്റെ ഹാൻഡിലും ഇതും സെപ്പറേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഒരു ഗാർഡും കൂടെ വന്നിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ ഒരു 3 പാർട്സ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാമെന്ന്. ഇത് അസംബിൾ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഈ കേബിൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു കട്ടിങ് കറക്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതേണ്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ 2 ഹോള് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് 2 സ്ക്രൂവും കൂടെ വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ടാണ് ഉള്ളൂ. ഇത്രയേ ഉള്ളൂ അസംബിൾ ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്. ആദ്യം നമുക്കിത് ഈ കാണുന്ന നട്ട് ഈ ഒരു ഏരിയയിലേക്ക് ഇട്ട് കൊടുക്കാം. കയറ്റി വെച്ചിട്ടുണ്ട്, താഴെ ചാടിപ്പോണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ സ്ക്രൂ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഒത്തിരി ടൈറ്റ് ഒന്നും ആക്കണ്ട. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ വെക്കാനായിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് കണ്ടോ അതിനുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ 2 സ്ക്രൂ ഉണ്ട്. അതാ അതിൻ്റെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിനകത്തേക്ക് അത് 2 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ കട്ടിങ് വയർ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുണ്ട് ഇവിടെ ഒരു പ്രസ് ചെയ്യാൻ പറ്റുന്ന 2 വശത്തും ഒരു ക്ലിപ്പുണ്ട്. അത് ഈ പ്രസ് ചെയ്ത് നമ്മളിതിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൻ്റെ അകത്ത് കണ്ടോ കേബിൾ ഇതേ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ 2 സൈഡും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് പുറത്തേക്ക് ഈ കട്ടിങ് വയർ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് നേരെ ആ ക്ലിപ്പിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് തിരിച്ചങ്ങനെ അങ്ങ് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മളെല്ലാം അസംബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്ത് നോക്കാനായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാനായിട്ട് പറ്റും. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓണായി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. പിടിച്ച് നമ്മൾ നേരെ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുനിഞ്ഞ് കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇത് ഒഫീഷ്യൽ കട്ടറിന് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണാം ഈ ഒരു തരം പുല്ലൊക്കെയായിരുന്നു ഇവിടെ നിന്നാർന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു ട്രിം ചെയ്ത് പോയ പോലെയാണ് വന്നേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ പുല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടി വെച്ച് വർക്കൗട്ട് ആവില്ല. അതിന് വലിയ ഗ്രാസ് കട്ടറൊക്കെ വേണ്ട വരും. അപ്പോൾ ചെറിയ രീതിയിലുള്ള പുല്ലൊക്കെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമ്മുടെ ഗാർഡൻ്റെ പേൾ ഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് അതിനൊക്കെ നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ നമുക്കിത് വെച്ച് ഇങ്ങനെയുള്ള കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വയറിലാണ് വരുന്നത്, അതായത് ഇലക്ട്രിക് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വയർ വലിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഒത്തിരി ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാര്യം ആലോചിക്കുക. പിന്നെ കട്ടിങ് ഏരിയ എന്ന് പറയുന്നതും നമ്മുടെ ഗ്രാസ് ഗാർഡൻ ഗ്രാസ് ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്കിത് ഓക്കെയാണ്.
അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഏരിയ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കട്ടിങ് ഏരിയ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ എഫേർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടെ നോക്കിയിട്ട് നിങ്ങളുടെ പർപ്പസിനുള്ളതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക.